സുഹൃത്തുക്കളെ, നമ്മുടെ മന്ത്രി കെ മുരളീധരനും മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയും തമ്മിൽ വലിയ തർക്കത്തിലേർപ്പെട്ടിരിക്കുകയാണ്. ആ തർക്കത്തിൻ്റെ കാരണം തിരുവനന്തപുരത്ത് കട്ടേര ട്രൈബൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പ്രവേശനോത്സവ സമയത്ത് കെ മുരളീധരനല്ല കേട്ടോ, വി മുരളീധരൻ തെറ്റിപ്പോയതാണ്. വി മുരളീധരൻ BJP നേതാവ്, അദ്ദേഹം മിഠായി വിതരണം നടത്തിയത് വിവാദമായി എന്നുള്ളതാണ്. കുട്ടികളുടെ കയ്യിൽ കൊടുക്കുന്നതിന് പകരം ഡെസ്കിലേക്ക് വെച്ച് കൊടുത്തു എന്നുള്ളതാണ്. ഇത് ഇത്ര വലിയ വിഷയമാക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. വി മുരളീധരൻ തിരിച്ചു മറുപടി പറഞ്ഞത് നിയമസഭ തല്ലി തകർത്ത ശിവൻകുട്ടിയപ്പൂപ്പനിൽ നിന്ന് ധാർമ്മികത പഠിക്കേണ്ട ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഇത് പറയുമ്പോൾ ഒരു കാര്യം പറയാനുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചെറുപ്പത്തിൽ മമ്മി പപ്പയും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഈ 1.5 വയസ്സൊക്കെയുള്ള സമയത്ത് അന്ന് മമ്മി പാത്രം കഴുകാൻ മുറ്റത്തിരിക്കുമ്പോൾ, അന്നൊക്കെ ഈ മുറ്റത്തിരുന്നിട്ടാണ് പാത്രം കഴുകുക. പാത്രം കഴുകുന്ന സമയത്ത് മമ്മി ഓരോന്ന് കഴുകി വെക്കും. ഞാൻ എടുത്തിട്ട് ഇതാ കിടക്കുന്നത് ടപ്പേ എന്ന് പറഞ്ഞ് കഴുകി വെച്ചത് ഓരോന്നെടുത്ത് ഇങ്ങനെ വലിച്ചെറിയും. മമ്മി പിന്നെയും എതിർക്കും, പിന്നെയും കഴുകും. അങ്ങനെ അവസാനം മമ്മി സഹി കേട്ടിട്ട് ഈ തവിയും സ്പൂണും ഒക്കെ ഉള്ള അങ്ങനെയുള്ള സാധനം കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ പരിക്ക് പറ്റുമെന്നുള്ളതുകൊണ്ട് അവിടെ ചൂലുണ്ടായിരുന്നു. ആ ചൂലെടുത്തിട്ട് പെട്ടെന്ന് ദേഷ്യത്തിന് അന്യം അടിച്ചു. അങ്ങനെ അമ്മയുടെ അടുത്ത് നിന്ന് 1.5 വയസ്സിൽ ചൂലുകൊണ്ട് അടി കിട്ടി എന്നുള്ളത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ട്രോളാൻ പറ്റിയിട്ടില്ലാണ്. അതൊന്നും എനിക്ക് കുഴപ്പമില്ല. ഞാനെപ്പോഴും ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന ആളാണ്. അത് അടുത്ത വീട്ടിലെ ഒരു പ്രായം ചെന്ന ആളിത് കണ്ടിട്ട് പറഞ്ഞു, ആൺകുട്ടികളെ ചൂലുകൊണ്ട് അടിക്കരുത്, പെൺകുട്ടികളെ അടിക്കാമോ എന്നുള്ള ചോദ്യം വേറെ ഉണ്ട്. അതിനകത്തൊരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ മമ്മി അങ്ങനെ അടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മമ്മി ഒരു ഈർക്കിലെയോ വടി എന്തെങ്കിലും എടുത്ത് വെക്കും. ഞാൻ പാത്രം കഴുകാൻ പോകുന്ന സമയത്ത് ഞാൻ ചെല്ലും, അപ്പം ചെന്നിട്ട് ഇത് തന്നെ പണി. മമ്മി കഴുകി വെക്കുക, ഞാൻ എടുത്തിടുക, അപ്പുറത്തേക്ക് മണ്ണിലേക്ക് പിന്നെ ഇടുക എന്നുള്ളത്. അപ്പോൾ ഈ കയ്യിലിരിപ്പ് പണ്ടേ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ തുടങ്ങിയതല്ല, 1.5 വയസ്സിൽ തുടങ്ങിയതാണ്. ഈ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മളെ ശിവൻകുട്ടി മാമനെ സംബന്ധിച്ചിടത്തോളം. ശിവൻകുട്ടി മാമൻ അദ്ദേഹം മന്ത്രി ആവുന്നതിന് മുമ്പ് നിയമസഭയിൽ നടത്തിയിട്ടുള്ള അഭ്യാസങ്ങളൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സ്കൂളിലെ ബെഞ്ചും ഡെസ്കും മേശയും ഒന്നും മിഠായി വിതരണം എടുത്തു വെക്കാനുള്ളതല്ല. അതോടെയാണ് പ്രശ്നം. അല്ല, ശിവൻകുട്ടി ആണ് മുരളീധരനെതിരെ പറഞ്ഞിട്ടുള്ളത്. മിഠായി എടുത്തു വെക്കാനുള്ളതല്ല, മറിച്ച് അത് ഭരതനാട്യം, കുച്ചിപ്പുടി തുടങ്ങിയിട്ടുള്ള കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് പുള്ളി കാണുന്നത്. നമ്മൾ കണ്ടതാണ് നിയമസഭയ്ക്കകത്ത് പുള്ളിയുടെ അഭ്യാസങ്ങൾ. മുണ്ടക്ക മടക്കി കുത്തി കയറ്റി സ്പീക്കറെ കസേര വലിച്ചെറിയുന്നു, കമ്പ്യൂട്ടർ തല്ലി തകർക്കുന്നു, മേശലും വെളിക്കയറി കുച്ചിപ്പുടിയും ഭരതനാട്യമൊക്കെ കളിക്കുന്നു. ഇത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം സ്കൂളിലെ ഡെസ്ക്, മേശ ഇതൊന്നും മിഠായി വെക്കാനുള്ളതല്ല എന്നുള്ളതാണ് പ്രശ്നം. അതിനകത്താണ് പുള്ളിക്ക് ധാർമ്മികമായ രോഷമുണ്ടായത്. അവിടെ കയറിയിട്ട് വി മുരളീധരൻ അവിടെ ചെന്നിട്ട് അതിൻ്റെ മേലെ കയറി 4 അഭ്യാസം കളിച്ചിരുന്നെങ്കിൽ രസമായിരുന്നു. പക്ഷേ ശിവൻകുട്ടി മാമൻ നിയമസഭയിൽ ഈ ഭരതനാട്യം കുച്ചിപ്പുടിയൊക്കെ അവതരിപ്പിച്ചപ്പം പുള്ളി ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു. അത് പറയുമ്പോൾ എനിക്ക് വേറെ കഥ പറയാനുണ്ട്. ഒരു നാട്ടിൻപുറത്തുള്ള കഥയാണ്. ഒരു സ്കൂളിൻ്റെ പ്രധാനാധ്യാപകൻ്റെ പേര് ഗോപാലൻ മാഷ് എന്നാണ്. അപ്പോൾ ഈ ഗോപാലൻ മാഷ് റിട്ടയർ ആകുക. അപ്പോൾ ഗോപാലൻ മാഷ് ആശംസകൾ അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ ചടങ്ങിനകത്ത് ആശംസകൾ അറിയിച്ചുകൊണ്ട് സ്കൂൾ അസംബ്ലിയിൽ ഒരു ടീച്ചർ പ്രസംഗിക്കുകയാണ്. അപ്പോൾ ടീച്ചർ പ്രസംഗിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു, ഒരു പ്രാവശ്യം അന്നൊക്കെ സ്കൂളൊക്കെ ഓടാണല്ലോ, സ്കൂളിൻ്റെ ഓട് പൊട്ടി 2ാം ക്ലാസ്സിലേക്ക് വെള്ളം വീണ സമയത്ത് ഗോപാലൻ മാഷ് ഒരു ഏണിയൊക്കെ വെച്ചിട്ട് ആ ഓടിൻ്റെ പുറത്തൂടെ കയറിപ്പോയിട്ട് വേറെ ഓട അവിടെ വെച്ച് ആ ഓട്ടയടച്ചു. അന്നാണ് ഞാൻ ആദ്യമായി ഗോപാലൻ മാഷിൻ്റെ ശുഷ്കാന്തി കാണുന്നത് എന്ന് പറഞ്ഞു. 2ാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിന് ദേശീയ പതാക ഉയർത്തിയപ്പോൾ ഈ ദേശീയ പതാക ഇടയ്ക്ക് വെച്ചിട്ട് എന്തോ തടസ്സം വന്നിട്ട് കയറ് കുരുങ്ങിയിട്ട് ഇത് മുകളിലേക്ക് കയറുന്നില്ല. അപ്പോൾ ഇദ്ദേഹം ഫ്ലാഗ് പോസ്റ്റിൽ കൊടിമരത്തിൽ വലിഞ്ഞ് കയറി ആ കൊടി റെഡിയാക്കി. അന്നാണ് ഞാൻ 2ാമത്തെ ഗോപാലൻ മാഷിൻ്റെ ശുഷ്കാന്തി കാണുന്നതെന്ന് പറഞ്ഞു. ടീച്ചർ സീരിയസ് ആയിട്ട് പ്രസംഗിച്ചാണെങ്കിൽ കുട്ടികളൊക്കെ കൂടി ഭയങ്കര ശരിയായി. കാരണം കുട്ടികളും ഈ ശുഷ്കാന്തി കണ്ടിരുന്നു. കാരണം ഗോപാലൻ മാഷ് അടിവസ്ത്രം ഇട്ടിരുന്നില്ല, മൂപ്പർക്ക് ട്രൗസർ ഇടുന്ന പരിപാടിയില്ല. നമ്മളെ ഇപ്പം വിവാദത്തിലായിരിക്കുന്ന ഒരു ആ യുവനേതാവ് സമരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ വരെ ഈ ട്രൗസർ ഇടുന്ന പരിപാടി ഇല്ല എന്നുള്ളതാണ്. നിക്കറിടുന്ന പരിപാടി ഇല്ല, അടിവസ്ത്രം ഉപയോഗിക്കില്ല, അത് അലർജിയാണ് എന്നുള്ള ഒരു സംഭവമുണ്ട്. ഫാക്റ്റ് കേട്ടോ, ഇതൊക്കെ ക്രോസ് ചെക്ക് ചെയ്തിട്ട് പറയുന്നതാണ്. അപ്പോൾ പക്ഷേ ഞാൻ എപ്പോഴും ചിന്തിക്കും, ഈ സ്ത്രീകളുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കാം. നമ്മളൊക്കെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ
പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വീട്ടിലെത്തി കഴിഞ്ഞാൽ ചൂടുകാലമായാലും തണുപ്പുകാലമായാലും ഷർട്ടും ഇടത്തില്ല, ഒരു ലുങ്കി എടുത്തു കൊടുക്കും, അല്ലെങ്കിൽ ഒരു പിന്നെ ബോക്സറോ 3/4 ഏതെങ്കിലും എടുത്തിടും. ഷർട്ട് കൂടില്ല, അടിവസ്ത്രം കൂടില്ല വീട്ടിലെത്തി കഴിഞ്ഞാൽ. അത് പൊതുവെ പുരുഷന്മാരുടെ രീതിയാണ് അവനവൻ്റെ വീട്ടിലാകുമ്പോൾ. പക്ഷെ സ്ത്രീകൾ എത്ര കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് ഞാൻ ആലോചിക്കും. പണ്ട് ഈ ചൂട് കാലത്ത് ഫാനൊന്നും ഇല്ലാതിരുന്ന സമയത്ത് പോലെ അന്ന് പോളിസ്റ്റർ സാരിയാണ്. ഈ സാരി അതിൻ്റെ അടിയിൽ പിന്നെ ഈ ബ്രാ, അതേപോലെ തന്നെ പാൻറ്റീസ്, ഇതെല്ലാം ഇട്ടിട്ട് പാവാട, ഇതെല്ലാം ഇട്ടിട്ട് ചൂട് വരത്ര സഹിച്ചിട്ടുണ്ടാവും. ഇന്ന് പിന്നെ അതിനൊക്കെ കുറേ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം എയർ സർക്കുലേഷൻ നടക്കുന്ന രീതിയിൽ അവർ മിഡി ഇടും, അതേപോലെ തന്നെ പിന്നെ മറ്റേ 3/4 ഇടും, ഇങ്ങനെയൊക്കെ ഇട്ട് നടക്കുന്നുണ്ട്. ഇതൊന്നും ഇല്ലാതിരുന്നൊരു കാലത്താണെന്നുള്ളത് ആലോചിക്കുക. എന്തായിരുന്നായിരുന്നാലും ശിവൻകുട്ടി മാമനാണ് സ്കൂളിൽ പോയതെന്നുണ്ടെങ്കിൽ ഡെസ്കിൻ്റെ മുകളിലൊക്കെ അഭ്യാസം നടക്കുമായിരുന്നു. ഡെസ്ക് നല്ല പൊട്ടിച്ചും ചാടിക്കളിച്ചിട്ടൊക്കെ വരുള്ളായിരുന്നു. പിള്ളേരെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുമായിരുന്നു. സിംബ ഡാൻസോ, ഇപ്പോൾ സിംബ ഡാൻസിൻ്റെ കാലഘട്ടമാണല്ലോ, അത് പിന്നെ സമസ്തക്കാർ നിർത്തിയെങ്കിലും. അപ്പോൾ അങ്ങനെയുള്ള വിപ്ലവകരമായ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ പുള്ളി ഡാൻസൊക്കെ കളിച്ച് മിഠായിയൊക്കെ കൈ കൊണ്ടേ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഡാൻസൊക്കെ കളിച്ച് ഒരു 4 ഡെസ്കും പൊട്ടിച്ചിട്ടേ വരുള്ളായിരുന്നു. ഏതായിരുന്നാലും സ്കൂൾ അധികൃതർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പുള്ളിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, ശിവൻകുട്ടി മാമനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സ്കൂൾ അധികൃതർ എന്ത് ചെയ്യും, ആദ്യം അവരുടെ കമ്പ്യൂട്ടർ ലാബ് അടച്ചിടും. ചിലപ്പോൾ അടച്ചിടല്ല, പുള്ളി തുറന്ന് കാണിക്കണമെന്ന് പറഞ്ഞാലോ എന്ന് കരുതിയിട്ട് കമ്പ്യൂട്ടർ എല്ലായിടത്തും മറക്കി വേറെ എവിടെയെങ്കിലും മൂലയ്ക്ക് കൊണ്ട് പാത്ത് വെക്കും. കാരണം കമ്പ്യൂട്ടർ എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കൊരു ഇളക്കാണ്. പിന്നെ പുള്ളിക്ക് കമ്പ്യൂട്ടറിന് കണ്ടു കഴിഞ്ഞാൽ 2 കമ്പ്യൂട്ടറെങ്കിലും പൊട്ടിച്ചിട്ടില്ലെങ്കിൽ പുള്ളിക്ക് സ്വസ്ഥതയില്ല, വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, മിഠായി ഇട്ട് കൊടുക്കുന്നതിനകത്ത് എന്താ കുഴപ്പം? ഇപ്പോൾ ഓണത്തിനൊക്കെ നാടൻ കായിക മത്സരങ്ങൾ നടക്കുമ്പം മിഠായി പറക്കൽ മത്സരമുണ്ട്. നമ്മൾ മിഠായി അത് എറിഞ്ഞു കൊടുക്കുക ചെയ്യുക, കുട്ടികൾ പറക്കുക, ഏറ്റവും കൂടുതൽ മിഠായി കിട്ടുന്ന കുട്ടിക്ക് സമ്മാനം കൊടുക്കുക. അപ്പോൾ ഇതിനൊക്കെ അത്ര വലിയ ഇഷ്യൂ ആക്കിയിട്ട് കാണണ്ട. അവിടെയൊക്കെ അവർ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളായതുകൊണ്ടാണ്, ഡിസ്ക്രിമിനേഷനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും സമൂഹത്തെ വിഭജിക്കുന്ന രീതിയിലേക്ക് പോകുന്നത്. ഇത് മനസ്സിലാകാത്തവരൊന്നുമല്ലല്ലോ. അതൊരു ശരിയായ രീതിയല്ല എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. ഇത് പിന്നെ ഈ പിന്നെ ഞാനീ നേരത്തെ പറഞ്ഞ യുവ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അടിവസ്ത്രം ഇടാത്തത് അത് ഇടാനോ ഊരാനോ നേരം കിട്ടുന്നില്ല. അതുകൊണ്ടാണ്. ആളുടെ പേര് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനിപ്പോൾ അയാളെ കുറിച്ചൊന്നും പേരെടുത്തൊന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട്, ഇനി അങ്ങനെ ഒരു ഘട്ടമുണ്ടായ പിന്നെ വീണ്ടും പറയുന്നതിന് മടിയൊന്നുമില്ല. അതുകൊണ്ട് പുള്ളിക്ക് ഊരാനും ഇടാനും നേരമില്ല, അതുകൊണ്ട് പുള്ളി ഇടുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ആ സ്കൂളിലെ പിന്നെ ടീച്ചർമാർക്കോ അവിടുത്തെ പിന്നെ രക്ഷിതാക്കൾക്കോ അവിടുത്തെ കുട്ടികൾക്കോ ഇതിൽ പരാതിയില്ല. വി മുരളീധരൻ മിഠായിട്ട് പിന്നെ ഡെസ്കിൽ വെച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പരാതിയില്ല. തിരക്ക് പിടിച്ച പ്രോഗ്രാമിനിടയിൽ പോവുക. ഒരു ഡെസ്കിൽ 5-6 കുട്ടികൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് മിഠായി വെച്ചു, അപ്പുറത്തെ ഡെസ്കിൽ കുറച്ച് വെച്ചു, ഇവരടുത്ത് പറക്കി കഴിച്ചോളൂല്ലോ. ഇത്തരം വിഷയങ്ങൾക്കകത്തൊക്കെ അതിനകത്ത് ജാതീയതയുടെ എലമെന്റ് കൊണ്ടുവരികയും പിന്നെ ഇദ്ദേഹം വരേണ്യ വർഗത്തിൽപ്പെട്ട ആളായതുകൊണ്ട് പിന്നെ മറ്റ് ജാതിയിൽപ്പെട്ട കുട്ടികളോട് വിവേചനം കാണിച്ചു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് ശിവൻകുട്ടി മാമനെ പോലെയുള്ള ഒരാൾക്ക് പറ്റിയതല്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്തായിരുന്നാലും ശിവൻകുട്ടി മാമൻ നിയമസഭയിൽ സമരം നടത്തിയപ്പം ഈ ലങ്കോട്ടി ഇടാൻ മറന്നിരുന്നില്ല. അതുകൊണ്ട് ശുഷ്കാന്തി കാണാൻ, ഇല്ലെങ്കിൽ പിന്നെ സഭാ ടി വിയിലൂടെ നാട്ടുകാർ മുഴുവൻ, കോടിക്കണക്കിന് മലയാളികൾ മുഴുവൻ അദ്ദേഹത്തിൻ്റെ ശുഷ്കാന്തി കാണുമായിരുന്നു. കാണാനുള്ള അവസരം ഉണ്ടാക്കിയില്ല എന്നതിൽ ശിവൻകുട്ടി മാമനോട് നന്ദി പറഞ്ഞുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. ഗുഡ് മോർണിംഗ്.